നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗുണ്ടയോ? ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. കുറേ കാലമായി ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിൽ കിടന്ന് പെർഫോമൻസ് കാണിക്കുന്നു. ആ പെർഫോമൻസ് വലിയ വിവാദമായി മാറിയിരിക്കുകയും ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇയാൾ കാണിക്കുന്നത്. കൊല്ലം നിലമേരിൽ അരങ്ങേറിയത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ. ദിവസങ്ങളായി കേരളത്തിലെ നിരത്തുകളിൽ തുടരുന്ന ഗവർണർ SFI പോര് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് പുതിയ തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. SFI കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന് തൊട്ടു പിന്നാലെ കാറിൽ നിന്നിറങ്ങിയ ഗവർണർ അതീവ രോഷാകുലനായി കയ്യോങ്ങി അവരെ നേരിടാൻ കുതിച്ചതോടെ പോലീസും അമ്പരന്നു. പ്രതിഷേധക്കാരും ഗവർണറും തൊട്ടടുത്ത് മുഖാമുഖം നിന്നതോടെ അരുതാത്ത ഒന്നും സംഭവിക്കാൻ നമ്മുടെ കേരള പോലീസിന് പെടാപ്പാട് പെടേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയുന്നതോടെ വലിയ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധിക്ക് വരെ കാരണമാകുന്ന സംഭവം ഒഴിവാക്കാൻ പോലീസിന് കഴിഞ്ഞു. എന്നാൽ യാതൊരു തരത്തിലുള്ള അനുനയത്തിനുമില്ല എന്ന് ഉറപ്പിച്ച മട്ടിൽ പോലീസിനോട് ഗവർണർ രോഷത്തോടു കൂടിയാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രി പോകുമ്പോൾ ഇത്തരത്തിലാണോ സുരക്ഷ ഒരുക്കുന്നതെന്ന് നമ്മുടെ ഗുണ്ട ഗവർണർ ചോദിച്ചു. മോഹൻ അമിത്ഷാ സാബുവുമായി സംസാരിക്കൂ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി സംസാരിക്കൂ എന്ന് അതീവ രോഷാകുലനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് കേൾക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് താൻ വരുന്നതിന് മുമ്പ് പ്രതിഷേധക്കാരെ ഒഴിവാക്കിയില്ലെന്നും ഗവർണർ പോലീസുകാരോട് ചോദിച്ചു. വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തന്നെ ഗവർണർ ഇരിപ്പുറപ്പിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞുപോയി പോലീസ്. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണർ ഗുണ്ടയായി മാറിയിരിക്കുകയാണ്. SFIക്കാരും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറേ കാലമായി. ആരിഫ് മുഹമ്മദ് ഖാന് ഒരു ചാഞ്ചല്യവുമില്ല. SFIക്കാരെ നേരിടാൻ ഗുണ്ടയെപ്പോലെ ഒറ്റയ്ക്കിറങ്ങിയിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ അത് വലിയ ഭരണ പ്രതിസന്ധിക്ക് കാരണമാകുമായിരുന്നു. പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും സംസാരിക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത്. പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും സംസാരിച്ചുകൊണ്ട് തൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പോക്ക് ഒരു വല്ലാത്തൊരു പോക്കാണ്. പലതരത്തിലുള്ള രീതിയിൽ അദ്ദേഹം പിണറായി സർക്കാരിനെ നേരിടുന്നു. പിണറായി സർക്കാരിനെ പലതരത്തിലുള്ള രീതിയിൽ നേരിട്ടുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാണിച്ചത് തെരുവ് ഗുണ്ടയുടെ പ്രവൃത്തിയായിപ്പോയി. തെരുവ് ഗുണ്ട എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെയാണ് പ്രവർത്തിച്ചത്. പ്രതിഷേധം സ്വാഭാവികം. പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്യാൻ ഒറ്റയ്ക്കിറങ്ങിയിരിക്കുകയും പിന്നീട് നിലത്തിരിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ആരിഫ് മുഹമ്മദ് ഖാൻ സ്വയം തരം താണിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനു മുമ്പും ഇങ്ങനെ തരം താണിട്ടുണ്ട്. പലപ്പോഴായി തരം താണ ആരിഫ് മുഹമ്മദ് ഖാനെ പലപ്പോഴും മാധ്യമങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ പേരുകളാണ്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വിലസി നിൽക്കുന്നു. എന്തായാലും തെരുവ് ഗുണ്ട പ്രവർത്തിക്കുന്ന പരിപാടിയായി പോയി നിലമേരിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചത്.